യാക്കോബിൻ്റെ ലേഖനമാണ് 1:27. അതായത് നിഷ്കളങ്കമായ ഭക്തി ഇതാണ്. ഭക്തിയെ രണ്ടായിട്ട് തിരിക്കുകയാണ്. എന്താണ് ശരിയാണത്? ഭക്തി രണ്ടായിട്ട് തിരിക്കുകയാണ്. നിഷ്കളങ്കമായ ഭക്തിയുമുണ്ട്, കളങ്കമുള്ള ഭക്തിയുമുണ്ട്. ഇപ്പം ചില പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ എഴുന്നള്ളത്തം കഴിയുമ്പോൾ ആൾക്കാർ ഒരു നിക്കറൊക്കെ ഉടുത്ത് തോർത്തൊക്കെ ഉടുത്ത് അല്ലെങ്കിൽ പാൻസൊക്കെ ഇട്ട് കിടന്ന് ഉരുളണത് കാണാം. ഉരുണ്ട് മണ്ണും പിടിച്ച് എഴുന്നേറ്റ് വന്ന് പുണ്യാളൻ്റെ മാതാവിൻ്റെ മുമ്പിൽ നിൽക്കും. അപ്പം അവരോട് ഞാൻ ചോദിക്കും, എന്താണ് ഉരുളാൻ കാര്യം? അത് ഭയങ്കര വയറുവേദനയായിരുന്നു. ആ വയറുവേദന ഇല്ലെങ്കിൽ ഇവന് ഉരുളാൻ പറ്റത്തില്ലേ? അപ്പം അതിൻ്റെ അകത്ത് ഒരു നിഷ്കളങ്കമല്ല സംഭവം. ഭക്തിയുണ്ട്, പക്ഷേ ദൈവമല്ല അതിൻ്റെ അകത്ത് മെയിൻ ആൾ. ഇവൻ്റെ വയറും വേദനയൊക്കെയാണ്. അതാണ് വിഷയം. കാര്യം മനസ്സിലായി. അവരുടെ ഒരു ഇൻറ്റൻഷൻ ഉണ്ട് അതിൻ്റെ അകത്ത്. ഇൻറ്റൻഷൻ മോശമാണെന്നല്ല, ഭക്തിയുടെ ക്വാളിറ്റി കളയുന്നുണ്ട്. ക്വാളിറ്റി ഇല്ലേ, 1-ാം തരം 2-ാം തരം എന്നൊക്കെ പറയത്തില്ലേ? ഇപ്പം ആലപ്പുഴയാണ് ചെയ്തതിന് പോലെ ആലപ്പുഴ തന്നെ എക്സ്പോർട്ട് ക്വാളിറ്റി ഉണ്ട് അല്ലേ? കയറ് തന്നെ തടുക്കെല്ലാം എക്സ്പോർട്ട് ചെയ്യുന്ന ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഭക്തിയും എക്സ്പോർട്ട് ക്വാളിറ്റി ഉണ്ട്. എന്താണ് എക്സ്പോർട്ട് ക്വാളിറ്റി? ദൈവത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഭക്തിയാണ് ദൈവത്തെങ്കിലേക്ക് പോണത്. അല്ലാത്ത ഭക്തി നമ്മളിലേക്കും കൂടി അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമ്മുടെ IELTS ഇപ്പോൾ പരീക്ഷ നടക്കുന്ന പിള്ളേരുടെ നമ്മൾ അവസാനം പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. SLCക്കാരുടെ പരീക്ഷ തുടങ്ങാൻ പോകുന്നു, ബോർഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളാണെങ്കിൽ ഇവിടെ ഒരു ദിവസം 200 പിള്ളേരൊക്കെയാണ് വരുന്നത്. അവിടെ എല്ലാവരുടെയും ഹോൾ ടിക്കറ്റ് വെഞ്ചരിക്കും. അവിടെ അമ്മമാർ ഉടമ്പടി എടുത്താൽ മതി. പക്ഷേ നിങ്ങൾ അമ്മമാർ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിടണം. നിങ്ങളുടെ ഉടമ്പടിയിൽ ഞങ്ങൾക്ക് അവർക്ക് ഹോൾ ടിക്കറ്റ് വെഞ്ചരിച്ച് കൊടുക്കും. പരീക്ഷയ്ക്ക് വേണ്ടി പ്രത്യേക കാശുരൂപ അവർക്ക് കൊടുക്കും. നിങ്ങൾ ഉടമ്പടി കാശിനും കൊടുത്തുകൊണ്ട് പിള്ളേരെ പരീക്ഷയ്ക്ക് വിടരുത്. അതെങ്ങാനും പോയാൽ നിങ്ങളുടെ ഉടമ്പടി പോകും. അപ്പം അതുകൊണ്ടാണ് അച്ഛൻ പ്രത്യേക കാശുരൂപം കൊടുക്കുന്നത്. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേക ആ പരീക്ഷയുടെ വെഞ്ചരിപ്പുള്ള കാശുരൂപം കൊടുക്കും. അപ്പം അത് പിന്നെ അത് അവർക്ക് 5 പ്രാർത്ഥനയാണ് പിള്ളേർക്ക്. പരീക്ഷ പിള്ളേർക്ക് 5 പ്രാർത്ഥനയുള്ളത്. ഹോൾ ടിക്കറ്റ് വെഞ്ചരിക്കുന്ന, പിന്നെ കാശുരൂപം കൊടുക്കുന്നു, തൈലം പൂശി പ്രാർത്ഥിക്കുന്നു, അങ്ങനെ 5 കാര്യങ്ങൾ ചെയ്യും. പിന്നെ പരീക്ഷയ്ക്ക് ഒരുങ്ങാനുള്ള ഉപദേശം കൊടുക്കും. പിന്നെ പരീക്ഷയുടെ തനത് അഭിഷേക പ്രാർത്ഥന ചൊല്ലും. അപ്പോൾ അതിന് മാതാപിതാക്കന്മാരുടെ ഉടമ്പടി മതി. ആ വീട്ടിൽ ആരുടെയെങ്കിലും ഒരാളുടെ ഉടമ്പടി മതി. ആ വീട്ടിലായിരിക്കണം. ആ വീട്ടിലുള്ള ആ ഓൺ ഹൗസിൽ താമസിക്കുന്ന ആരുടെയെങ്കിലും ഒരാളുടെ ഉടമ്പടി മതി. പക്ഷേ പിള്ളേരുടെ ഇവിടെ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങളോട് ആ ഉടമ്പടി പ്രകാരം എങ്ങനെ ജീവിക്കേണ്ടതെന്ന് ഞാൻ അവർക്ക് പറയാം. അപ്പം നിങ്ങൾക്ക് സപ്പോർട്ടീവാണത്. എന്താ സപ്പോർട്ടീവ് എന്ന് പറയണത്? നിങ്ങൾ എപ്പോൾ വായിട്ടടക്കേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങളെ പരീക്ഷ കഴിയുമ്പോൾ നിങ്ങളുടെ ഉടമ്പടി ഏറ്റെടുത്ത് കുഞ്ഞുങ്ങൾ ചെയ്തോളൂ. പിന്നെ അവർ സ്വന്തമായിട്ട് ചെയ്തോളൂ. അപ്പം കിട്ടിയിരിക്കുന്ന അവസരങ്ങൾ കളയരുത്. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പറ്റുന്ന ദിവസങ്ങളിൽ വന്ന് പരീക്ഷയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ പരീക്ഷയ്ക്ക് ഉണ്ടാകത്തില്ലേ? ലീവ് ഒരു ദിവസമൊക്കെ പരീക്ഷ ഇല്ലാത്ത ദിവസമില്ലേ? നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കുക. വ്യാഴാഴ്ച ഒന്നും വരരുത്. വ്യാഴാഴ്ച ഒന്നും ഇവിടെ അച്ഛനുണ്ടാകത്തില്ല പരിപാടി. പിന്നെ അടുത്ത നടപടി എന്താണ്? ദൈവത്തിൻ്റെ പങ്ക് കൊടുക്കണം. ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കണം? നിങ്ങളിലൂടെ ആയിരക്കണക്കിന് മനുഷ്യൻ, ഇപ്പോൾ ആ അച്ഛൻ്റെ സാക്ഷ്യമില്ലേ, അത് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാലും 1,00,000 പേര് ആ സാക്ഷ്യം കാണും. ആ 1,00,000 പേര് സാക്ഷ്യം കാണുമ്പോൾ അതിൻ്റെ അകത്ത് പല അച്ഛന്മാരും കാണും. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെല്ലാവരും തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും അതുപോലെ ഇതെല്ലാം ആൾക്കാർ സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. ജർമ്മനിയിൽ നിന്ന് ഒരു ദിവസം എൻ്റെ സഹോദരൻ ഒരു ബന്ധു ഇവിടെ കല്യാണം കഴിച്ച് വന്നപ്പോൾ പറഞ്ഞു, അച്ഛാ ജർമ്മനിയിലൊക്കെ പലരും കൃപാസനത്തിൻ്റെ ഡെയിലി ബ്രെഡ് സാക്ഷ്യം ഇടുന്നുണ്ട്, സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. അങ്ങനെയാണ് ഞാനിത് അറിഞ്ഞതെന്ന്. അങ്ങനെ അതാണ് ജനങ്ങൾ വളരെ വിജിലൻ്റായ രീതിയിൽ സുവിശേഷം നല്ല രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ആൾക്കാർ. അച്ഛൻ ഇവിടെ വന്നു. അച്ഛനൊരു ഡൗട്ടായിരുന്നു. ഈ ഏലംകുളം എലന്താനം അച്ഛനൊരു ഡൗട്ടായിരുന്നു. ഇതെന്ത് ഈ ഉടമ്പടി എന്ന് പറയണത്? ഉടമ്പടി വ്യക്തികളും ദൈവവും തമ്മിൽ ചെയ്യണമല്ലേ, പിന്നെ എന്തിനാണ് മരിയൻ ഉടമ്പടി എന്ന് പറയണത്? അപ്പം ചിലർ പറയാം അത് ഫ്രോഡാണ്, ഇവിടെയുള്ള സാക്ഷ്യങ്ങളെല്ലാം കാശ് കൊടുത്തിട്ട് പറയിപ്പിക്കുന്നതാണെന്നാണ്. സാക്ഷ്യം പറഞ്ഞിട്ടുള്ള പല ആൾക്കാർ ഞങ്ങൾ ഓർത്തത് ഇവിടെ ഒരാൾക്ക് 5,000 രൂപ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയണത്. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ സാക്ഷ്യം പറയുന്നതിന് പോലും ഭയങ്കര പാടാണ്. ക്യൂ നിൽക്കണം. എത്ര നേരം ക്യൂ നിന്നെങ്കിലാണ് ആൾക്കാർക്ക് അത് ഇനി സാക്ഷ്യം അംഗീകരിച്ച് കിട്ടാൻ വലിയ പാടല്ലേ. മുകളിൽ നിന്ന് പറഞ്ഞു വിട്ടാലും താഴെ അത് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അത് അപ്പ് ചെയ്യാൻ പറ്റാത്ത സാക്ഷ്യമാണെങ്കിൽ നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കുകയുള്ളൂ.
പറയിപ്പിക്കത്തില്ലത്. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. അത്രയും സാക്ഷ്യം ക്വാളിറ്റി ഉള്ളതുണ്ട് നമ്മുടെ കയ്യിൽ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്ന് പറയണത്, ഇപ്പം അച്ഛൻ തന്നെ ചെയ്യണത് എന്താ, അച്ഛന് അനുഭവങ്ങൾ കിട്ടി. അച്ഛൻ ഇവിടെ ഇത് മരിയൻ ഉടമ്പടി എന്ന് വിളിക്കാൻ കാരണം എന്താണെന്നൊക്കെ പറഞ്ഞ് സംശയിച്ചാണ് പുള്ളി കയറണത്. കയറി മുകളിൽ ചെല്ലുമ്പോൾ തന്നെ എൻ്റെ ക്ലാസ് അച്ഛൻ കേൾക്കും. എന്താ കാര്യം? നിങ്ങൾക്ക് സംശയമുണ്ട്, എന്താണ്, ദൈവത്തോടല്ലേ ഉടമ്പടി ചെയ്യണത്, പിന്നെ എന്താ മരിയൻ ഉടമ്പടി എന്ന് പറയണത്. അപ്പോൾ ഞാൻ ക്ലാസ്സിലൂടെ പറയും, മരിയൻ ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോട് തന്നെയാണ് ഉടമ്പടി ചെയ്യണത്. പക്ഷേ ആരുടെ മധ്യസ്ഥതയിൽ? മാതാവിൻ്റെ മധ്യസ്ഥതയിൽ. അതാണ് മരിയൻ ഉടമ്പടി എന്ന് പറയണത്. കാരണം അമ്മയല്ലേ പറഞ്ഞത് അവൻ പറയണത് പോലെ ചെയ്യണമെന്ന്. അപ്പം അവൻ പറയണത് പോലെ ചെയ്തോളാമെന്നല്ലേ നമ്മൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യണത്. ആരുടെ മധ്യസ്ഥതയിൽ? മാതാവിൻ്റെ മധ്യസ്ഥത. അതാണ് മരിയൻ ഉടമ്പടി. ശ്രുതികട്ടെ. കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതിനുശേഷം ഇങ്ങനെ ഒരു മാർച്ച് 7 എന്തോ ഡേറ്റ് ഉടമ്പടി എടുത്തു. അച്ഛൻ ഉടമ്പടി എടുക്കുമ്പോഴേ അച്ഛൻ ഫുൾ ആൻഡ് ഫുൾ കൺവിൻസ്ഡ് ആയിട്ടാണ് ഈ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം അച്ഛൻ എല്ലാം അതുക്കൊന്നും പിന്നെ അച്ഛൻ മരുന്നുകളെല്ലാം അവസാനിപ്പിക്കും. കാര്യം അച്ഛന് ആന്തരികമായിട്ട് മാതാവ് തോന്നിക്കും ഇത് കറക്റ്റ് വഴിയാണെന്ന് തോന്നിക്കും. നിങ്ങൾ അച്ഛൻ മരുന്ന് ഉപേക്ഷിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ മരുന്ന് ഉപേക്ഷിക്കാൻ ഞാൻ പറയത്തില്ല കേട്ടോ. കാര്യം കൃപാസനത്തിൻ്റെ പോളിസി മാറ്റർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കത്തോലിക്ക സഭ മരുന്നിനെക്കുറിച്ച് എന്ത് പറയുന്നു അതാണ് കൃപാസനത്തിൻ്റെ കോമൺ പോളിസി എന്ന് പറയുന്നത്. സഭ വൈദികനെയും ഡോക്ടർമാരെയും ആശുപത്രിയെയും അതുപോലെ തന്നെ വൈദ്യത്തെയും അതുപോലെ തന്നെ മരുന്നിനെയും ഒക്കെ ദൈവത്തിൻ്റെ ഹീലിംഗ്, ദൈവത്തിൻ്റെ സൗഖ്യദായകമായ പ്രവർത്തനത്തിൻ്റെ മാധ്യമമായിട്ട് തന്നെയാണ് സഭ കാണുന്നത്. അതിലൂടെയും ഡോക്ടർമാരിലൂടെയും മരുന്നിലൂടെയും സുഖപ്പെടുത്തുന്നത് ദൈവം തന്നെയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 മഹത്വം യേശുവേ നന്ദി. ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ ഈ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി എടുത്ത് ഇപ്പം അച്ഛൻ്റെ ഹീമോഗ്ലോബിൻ എത്രയാണ്? 7.6. അതുപോലെ തന്നെ പിന്നീട് ഓരോ ദിവസം ചെല്ലും തോറും ഈ 2 പോയിൻ്റ് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു മരുന്ന് ഉപയോഗിക്കാതെ ഈ ഹീമോഗ്ലോബിൻ കൂടാൻ തുടങ്ങി. 2 പോയിൻ്റ് കൂടി ഒരു 7 ദിവസം കഴിഞ്ഞപ്പോഴുണ്ട് അച്ഛൻ്റെ ഹീമോഗ്ലോബിൻ 14.2 ഹല്ലേലൂയ യേശുവേ നന്ദി. അപ്പോൾ അച്ഛൻ ഉടനെ അത് ബോഡിയിൽ ഹീമോഗ്ലോബിൻ കൂടി അറിയാവില്ല, ബോഡിയിൽ ഉടനെ അത് ഫീൽ ചെയ്യും, കരുത്ത് തോന്നും, നമുക്ക് ഊർജ്ജസ്വലതയും തോന്നും. അപ്പം അച്ഛൻ വളരെ ഓക്കെ ആയി. അപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ പറഞ്ഞ അദ്ദേഹം എന്താ ചെയ്തത് വെച്ചാൽ, എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഉടമ്പടി ഹീലിംഗ് പ്രോസസ്സിൽ ഇരിക്കുമ്പോൾ പോലും ഞാൻ ചെയ്തതെല്ലാം വൃത്തിയായിട്ടാണ് ചെയ്തത്. ഞാൻ 5 പത്രം മേടിച്ചുകൊണ്ട് 5 തരം പത്രം മേടിച്ചുകൊണ്ട് പോകും. 5 തരമാണേ. എന്തൊക്കെയാണ്? മലയാളം, ഇംഗ്ലീഷ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി. അപ്പോൾ ഒരു വൈദികൻ ചെയ്യണതാണ്. അച്ഛന് ആ ഓരോ കൂട് പത്രം മേടിക്കുകയാണ്. അപ്പോൾ എന്തുമാത്രം മാതാവ് ബോധ്യം കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് അച്ഛന് ഹീലിംഗ് ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഓക്കെയാണ്. കാര്യം എന്താ? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഈ പത്രത്തിലാണല്ലോ കളി മുഴുവൻ ഇരിക്കണത്. അല്ല, ഇവിടെ കൃപാസനത്തിൻ്റെ അറ്റാക്ക് ചെയ്ത് അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ പരാതികൾ കിട്ടുന്നത് എന്താണ്? അപ്പോൾ ഞങ്ങൾക്ക് പത്രത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ചിരി വരും. എന്താ കാര്യം അറിയാമോ? പത്രം നന്നായി പ്രവർത്തിക്കുകയും അതേസമയം തന്നെ സുവിശേഷം നന്നായി പ്രചരിക്കുകയും സാക്ഷികൾ കൂടുതൽ ഉണ്ടാകുകയും ചെയ്യുമ്പോഴേ സത്താന് തീർച്ചയായിട്ടും വിറവലുണ്ടാവും. അവൻ്റെ വിറവൽ, അവൻ്റെ ഓരോ തരത്തിലുള്ള മനസ്സിലുണ്ടാകുന്ന അസ്വസ്ഥങ്ങൾ വ്യക്തികളിലൂടെയും ഓരോരോ സംവിധാനങ്ങളിലൂടെയും നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പം ആദ്യം ഞങ്ങൾക്കത് മനസ്സിലായില്ല, പിന്നീട് മനസ്സിലായപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. എന്താ കാര്യം? അത്ര തീവ്രമായിട്ട് സുവിശേഷ വേല പത്രത്തിലൂടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ധ്യാനഗുരുക്കന്മാർ വരെ അതിപ്പോൾ അംഗീകരിച്ചിട്ട് അവരവരുടെ ശുശ്രൂഷകളോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ഈ അച്ഛൻ ഇത് എല്ലാ ഭാഷകളിലുമുള്ള പത്രങ്ങൾ വാങ്ങിക്കും. അച്ഛൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന കാരണം ഈ കക്ഷികൾ എല്ലാവരും ഉണ്ട്. തെലുങ്കതിലുണ്ട്, കർണാടകക്കാരുണ്ട് അവിടെ, അതുപോലെ തന്നെ ഹിന്ദിക്കാരുണ്ട്, ഇംഗ്ലീഷുകാരുണ്ട്, മലയാളികളുണ്ട്. എല്ലാ പത്രവും മേടിച്ചിട്ട് അച്ഛൻ പറയുകയാണ്, ഞാൻ ചുമ്മായല്ല പത്രം കൊടുക്കുന്നത്, ഞാൻ കർത്താവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. അതാണ് വിഷയം.
പത്രം ഇങ്ങനെ രാവിലെ പത്രക്കാരൻ വന്ന് സൈക്കിളെ ബെല്ലടിച്ചിട്ട് പറന്നൊക്കെ വരത്തില്ലേ? നമ്മുടെ മുറികളിലേക്ക്, ഇളം തിണ്ണയിലേക്ക്, പൊട്ടിക്കരിലേക്ക് പത്രം അങ്ങനെ കൊടുക്കുകയില്ല. മറിച്ച് ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. അപ്പം അച്ഛൻ ചെയ്യണത് എന്താണ്? ഞാൻ അവരവരുടെ ഭാഷ, അച്ഛൻ എല്ലാ ഭാഷയും അറിയാം, അതുകൊണ്ട് അവരവരുടെ ഭാഷ മനസ്സിലാക്കിയിട്ട് അവരോട് അച്ഛൻ്റെ അനുഭവങ്ങൾ ആ ഭാഷയെ സംസാരിക്കും. തെലുങ്കിലോ കന്നഡയിലോ ഹിന്ദിയിലോ മലയാളത്തിലോ സംസാരിച്ചതിന് ശേഷമാണ് അച്ഛൻ ഈ പത്രം കൊടുക്കുന്നത്. പിന്നെ എങ്ങനെ ദൈവം വിട്ടുമാറണത്? അപ്പം അത് അദ്ദേഹത്തിന് വർക്ക് സിസ്റ്റമല്ലേ, സത്യസന്ധമല്ലേ, വർക്ക് സത്യസന്ധമല്ലേ? അതുകൊണ്ട് തന്നെ ദൈവം അദ്ദേഹത്തിലൂടെ ഇത് മാത്രമല്ല, അതായത് ഈ ബൈബിളിൽ പറയുവേ, ഈ പത്രം കൊടുക്കുന്നത് എന്താ നിങ്ങൾക്കറിയാവില്ല. പത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എപ്പോഴും പറയും, അത് വെന്ത ചോറാണ്. സുവിശേഷം നെല്ലാണെങ്കിൽ അതിൻ്റെ ചോറാണ്. അത് വേവിച്ച് ജനങ്ങളുടെ അനുഭവങ്ങളാകുന്ന കറികളോട് കൂടിയാണ് ഇത് വിളമ്പഴിക്കണത്. പത്രത്തിൽ വിളമ്പഴിക്കണത് എന്താണ്? അത് ചോറും കറിയുമാണ് വചനം. അതാ ജനങ്ങളുടെ അനുഭവങ്ങൾ ആ വചനം ഓരോ വ്യക്തികളും വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം എന്നിവ കൊണ്ട് പാചകം ചെയ്യുമ്പോൾ ആ നെല്ല് ചോറായിട്ട് വെന്തിട്ട് അതിൻ്റെ കൂടെ അവിടെ അനുഭവങ്ങളാകുന്ന കറികളോട് കൂടി ഒരു വിഭവമായിട്ടാണ് നമ്മളത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. പത്രം ഒരു സുവിശേഷ വിഭവം. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാസ്തവത്തിലൂടെ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ജനങ്ങൾക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതെ, റോമർ 1:16 എടുത്ത്, സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. കണ്ട, അതാണ് തുടങ്ങുന്നത്. സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. ആദ്യം അത് യഹൂദർക്ക്, പിന്നീട് വിജാതിയർക്കും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് നിസ്സാരമല്ല കേട്ടോ. പത്രം ഒരു ശക്തിയുണ്ട്. പത്രത്തിൻ്റെ ശക്തി എന്നൊക്കെ പറയുകയല്ലേ. ആ ശക്തി എന്ന് പറഞ്ഞാൽ എന്താണത്? സുവിശേഷമാണത്. സുവിശേഷം ഇപ്പം നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ സുവിശേഷം ആകുകയാണ്. സാക്ഷ്യം പത്രത്തിൽ എഴുതി കൊടുക്കുമ്പോൾ നമ്മൾ സുവിശേഷം ഏകുകയാണ്. പിടിയിട്ടില്ലേ? നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ ആരാകും? നമ്മൾ സുവിശേഷമാകും. നമ്മളെ സാക്ഷ്യം പ്രിൻ്റ് ചെയ്ത നമ്മുടെ സാക്ഷ്യം പത്രത്തിലാക്കിയിട്ട് അനേകരുടെ സാക്ഷ്യങ്ങൾ നമ്മൾ ജനങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എന്താണ്? സുവിശേഷം ഏകുക. അപ്പം നമ്മുടെ ലക്ഷ്യം എന്താണ്? ഉടമ്പടിയുടെ സുവിശേഷമാകുക. പറഞ്ഞേ, സുവിശേഷമേകുക, സുവിശേഷമേകുക, സുവിശേഷമാകുക, സുവിശേഷമാകുക, സുവിശേഷമേകുക. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. പറഞ്ഞേ, സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അപ്പോഴേ പത്രം ഒരു ശക്തിയാണെന്ന് പറയാൻ കാര്യം എന്താണ്? പത്രത്തിലെ കർത്താവിൻ്റെ വചനങ്ങളും ആ വചനങ്ങൾ അനുഭവിച്ചവരുടെ അനുഭവ സാക്ഷ്യങ്ങളും കൂടിയാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ കൊടുക്കുമ്പോൾ ലജ്ജിക്കരുത്. എന്താ കാര്യം? സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നവനെ ക്രിസ്തുവിനെക്കുറിച്ചാണ് ലജ്ജിക്കുന്നത്. അതവിടെ വിഷയം പോകുന്നത്. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നത്, ഇപ്പം നമ്മളെ സംബന്ധിച്ചുള്ള സുവിശേഷം കണ്ടിട്ടില്ല, സുവിശേഷം വായിച്ചിട്ടില്ല, വായിച്ചതിനെ മനസ്സിലായിട്ടില്ല. ഈ മനസ്സിലാകാത്തവർക്ക് പിന്നെ എന്ത് ചെയ്യും? മനസ്സിലാകുന്ന ഭാഷയിലാണ് സുവിശേഷം പത്രത്തിലൂടെ എഴുതിയിരിക്കുന്നത്, അവിടെ അനുഭവത്തിലൂടെ. എല്ലാവരും സുവിശേഷം പത്രം വായിച്ച് അനുഭവം കണ്ടറിഞ്ഞിട്ടാണ് പിന്നെ സുവിശേഷം കേൾക്കാൻ വേണ്ടി വരണതും
അത് വിശ്വസിക്കാൻ വേണ്ടി വരണതും അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി തയ്യാറാകണതും കൈയടിച്ച് കർത്താവേ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇതോടുകൂടി അച്ഛൻ്റെ വർക്ക് ആത്മാർത്ഥമാണ് ദൈവത്തിന് തോന്നിയപ്പോഴേ 2 കാര്യങ്ങൾ കൂടി അച്ഛന് ചെയ്ത് കൊടുത്ത്. അതായത് അച്ഛന് ഭയങ്കര ജോയിൻറ്റ് പെയിൻസ് ആയിരുന്നു. ആ ജോയിൻറ്റ് പെയിൻസ് ചെന്നപാടെ തന്നെ പോയി. അച്ഛൻ നടക്കാനോ എടുക്കാനോ പാടില്ലാത്ത വിധത്തിലുള്ള ജോയിൻറ്റ് പെയിൻസാണ്. ആ ജോയിൻറ്റ് പെയിൻസ് വെച്ചുകൊണ്ടാണ് കർത്താവ് ഈ പത്രമൊക്കെ അച്ഛൻ വിതരണം ചെയ്യണതും ആൾക്കാർക്ക് സുവിശേഷ വേല പ്രേക്ഷിത വേല ചെയ്യണത്. അപ്പോൾ അതോട് ജോയിൻറ്റ് പെയിൻസ് മാറി. 2ാമതൊരു കാര്യം കൂടി മാറിയതായിട്ട് അച്ഛൻ പറയുന്നത്, അതായത് ഷുഗറാണ്. 300ഓളം ഉണ്ടായിരുന്ന ഷുഗർ നോർമലായിട്ട് 113 നോർമൽ ആവശ്യമായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒരു വ്യക്തികളിൽ അതായത് നിങ്ങളൊരു അനുഭവം കിട്ടിക്കഴിയുമ്പോൾ പിന്നീട് നിങ്ങൾ പ്രവർത്തനങ്ങളിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും കയറി നിൽക്കണം. അപ്പോഴാണ് നിങ്ങൾ സ്റ്റെപ്പായിട്ട് ദൈവം ഓരോ വിഷയങ്ങൾ ഇടപെട്ട് വരണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാവർത്തനത്തിന് ആനുപാതികമായിരിക്കും ദൈവാനുഭവം എന്ന് ഞാൻ പറയുകയല്ല. അച്ഛൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പകർന്നു നൽകുകയാണ്. അച്ഛൻ്റെ അനുഭവം ഇതാണ്. ഇതുപോലെ അനുഭവമുള്ള ആയിരങ്ങളുണ്ട്. അവരുടെ സാക്ഷ്യങ്ങളാണ് നമ്മൾ എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം സാക്ഷ്യം എന്ന് പറയണത് തന്നെ അതുപോലെ തന്നെ ഇപ്പം എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ എന്നെ കാണാൻ വരുന്നവരോട് പറയും, നിങ്ങൾ ഇന്ന് മുതൽ എന്നെ സുവിശേഷത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയും. കാര്യം വെച്ചാൽ ദൈവത്തിൻ്റെ ഇൻട്രസ്റ്റ് കൂടി കവർ ചെയ്തുകൊണ്ടാണ് ഞാൻ ആ ഉപദേശം കൊടുക്കുന്നത്. അല്ല തീഷ്ണമായി പ്രാർത്ഥിക്കണമെന്നല്ല പറയണത്. എന്നെ കാണാൻ വന്നവരുടെ കാര്യങ്ങൾ കുറച്ച് മോശം കണ്ടീഷനാണെങ്കിൽ ഞാൻ പറയും, ഇന്ന് മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് സുവിശേഷത്തിൻ്റെ ആ ബോള് കർത്താവിൻ്റെ കോർട്ടിലോട്ട് ഞാൻ അടിച്ചു മാറ്റണതാണ്. എന്താ കാര്യം? സുവിശേഷത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിഷയം ആരുടെ വിഷയമാകും? അത് ദൈവത്തിൻ്റെ വിഷയമാകും. ചില കാര്യം അച്ഛനെ കാണാൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര അവരോട് ദേഷ്യം വരും. കാര്യം എന്താ കാര്യത്തിന് അവിടെ തലയൊക്കെ വെക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും അവരത് ഉടമ്പടി അവസാനിപ്പിക്കാൻ പോവുകയാണ്, കള്ളത്തരത്തിന് ചീട്ട വാങ്ങിച്ചിരിക്കുകയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അച്ഛനെ കാണാൻ കൂടിയല്ലേ ഉള്ളതിൻ്റെ അകത്ത്, എന്താ അതും കൂടി നടക്കട്ടെ എന്ന് വെച്ചുകൊണ്ട് അവരാ പഴയ ജീവിതത്തിലേക്ക് അവർ തിരിച്ചു പോകാൻ പോകണം. ഇതിനുള്ളിൽ നമുക്ക് ഉള്ള പിന്നെ ഒരു ചാൻസ് ഉള്ളത് അച്ഛനെ കാണുകയാണ്. അപ്പോൾ അച്ഛനെ കാണുന്നത് അനുഗ്രഹം ഏതെങ്കിലും വിധത്തിൽ കിട്ടിക്കോട്ടോ എന്നുള്ള അവസാന നടപടി ഭാഗമാണ്. അത് അവർ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതിന് അവർക്ക് താല്പര്യമില്ല. അപ്പം ഞാനിവിടെ എന്നെ കാണാൻ വരുമ്പോൾ തന്നെ ചോദിക്കും, ഉടമ്പടി ഇവിടം വരെയായി, ഇതാരാണ് എടുത്തത്, നിങ്ങൾ ചെയ്യുന്ന പ്രേക്ഷിത വേല എന്താണ്, നിങ്ങൾ ചെയ്യുന്ന ആതുര സേവനം എന്താണ്, എത്ര രോഗികളെ കാണാൻ പോയി, ഇവർ ജപിച്ച് പാടിക്കും. അപ്പോൾ ഞാൻ വണ്ടി വിട്ടേക്കാൻ പറയും. അപ്പോൾ എനിക്ക് മനസ്സിലാവും ദൈവത്തിന് പ്രയോജനമില്ലാത്ത ഒരു ചാണാപ്പുഴുക്കാണ് ഈ സാധനം. അപ്പോൾ ഇതിനെ കൊണ്ടിന് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. വൈ ഷുഡ് ഐ വേസ്റ്റ് മൈ ടൈം? രോഗിയാണെങ്കിൽ മാത്രം പ്രാർത്ഥിക്കും. കാര്യം രോഗിയോട് കരുണ കാണിക്കണം കർത്താവ് പറഞ്ഞിട്ടില്ലേ. അല്ലെങ്കിൽ എനിക്കറിയാം ഇത് അനുഗ്രഹം അടിച്ചു മാറ്റിയിട്ട് ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകാനുള്ള ഉദ്ദേശത്തിന് വേണ്ടിയാണ്, കാപട്യമായിട്ടാണ് ഇവിടെ അച്ഛനെ കാണാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെ ശ്രദ്ധിക്കണം. അത് ചില ആൾക്കാർ അച്ഛനെ കണ്ടു കഴിയുമ്പോൾ മുമ്പത്തെക്കാൾ വെടിക്കെട്ടായിട്ട് അവരങ്ങോട്ട് ഉണർന്ന് അവിടെ തെറ്റുകളൊക്കെ തിരുത്തി ഭംഗിയായിട്ട് ഒരു ഉടമ്പടി ചെയ്ത് കർത്താവിൻ്റെ സാക്ഷിയായിട്ട് പോകണത് കാണാം. അതുപോലെ തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ നിങ്ങളെക്കുറിച്ച് ഈ ഞായറാഴ്ച കൂട്ടായ്മ ധ്യാനം റെക്കോർഡ് ചെയ്യുന്ന ഇത് ആരാധനയിൽ വെച്ച് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ കർത്താവ് തരണ ഒരു വചനം എന്താണെന്നറിയാമോ? ഒരു മനുഷ്യൻ പണ്ട് രഥത്തിൻ്റെ പുറകെ ഓടി നടന്ന്, സുവിശേഷത്തിൽ ഏറ്റവും മനോഹരമായ ഒരു രംഗമാണത്. അത് എത്യോപ്യക്കാർ ഫൈനാൻസ് രാജാവ്, അവിടുത്തെ ഫൈനാൻസ് മന്ത്രിയാണ്, എത്യോപ്യക്കാരൻ, ഷണ്ടനാണ് അദ്ദേഹം. അപ്പോൾ ഷണ്ടൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റിക്കിൾസൊക്കെ മുറിച്ച് കളയും. കർത്താവിൻ്റെ കാലത്ത് എത്യോപ്യയിലൊക്കെ എല്ലാ രാജ്യങ്ങളിലും ധനമന്ത്രിമാരുണ്ടാകുമല്ലോ. അപ്പോൾ ധനമന്ത്രിമാരുണ്ടാകുമ്പോൾ രാജാക്കന്മാരെന്താ ചെയ്യണമെന്ന് അറിയാമോ? അവരുടെ വൃഷ്ണം കണ്ടിച്ച് കളയും. എന്താ കാര്യം? ഇവർക്ക് മക്കളുണ്ടായി കഴിഞ്ഞാൽ ഇവർ ഖജനാവിൽ നിന്ന് കൈയിട്ട് വരും. അതാണ് എത്യോപ്യക്കാരൻ ഷണ്ടൻ എന്ന് പറയണത്. ഫൈനാൻസ് മിനിസ്റ്ററാണ് അവിടുത്തെ. പക്ഷേ ബൈബിൾ പറയുന്നുണ്ട് അയാൾ ഷണ്ടനാണ്. കാരണം ഫൈനാൻസ് മിനിസ്റ്റർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് കോടിക്കണക്കിന് രൂപ വരുമ്പോൾ അയാളുടെ കുടുംബത്തിലേക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി, അയാളുടെ കുടുംബം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അയാളുടെ വൃക്ഷണങ്ങൾ മുറിച്ച് കളയും. അതങ്ങനെ ഷണ്ടൻ. അതാണ് ഈശോ പറയണത്, മനുഷ്യരാൽ ഷണ്ടന്മാരാക്കപ്പെടുന്നവരുണ്ട് അല്ലേ? ഈശോ പറയത്തില്ലേ, സ്വരാജ്യത്തെപ്പോലെ തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കുന്നവരുണ്ട്. അപ്പോൾ ഈ മനുഷ്യരാൽ ഷണ്ടന്മാരാക്കുന്നവരാണ് ഈ ടൈപ്പ്. ഈ മനുഷ്യൻ
ജെറുസലേമിൽ ദൈവാരാധനയ്ക്ക് പോയിട്ട് തിരിച്ചു വരികയാണ്. ആ രംഗത്തെ നടപടി പുസ്തകം 8:29 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. പ്രവർത്തനങ്ങൾ 8:29. ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു. ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച്. ഈ ഫൈനാൻസ് മിനിസ്റ്ററിലെ ധനകാര്യ മന്ത്രിയുടെ രഥത്തിൽ പോകുകയാണ് അയാള്. അപ്പൊ ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു, എന്താ പറയണത്? ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. അപ്പൊ എന്താ കാര്യം എന്നറിയാവോ? ഈ പീലിപ്പോസ് ഇങ്ങനെ ചേർന്ന് നടക്കുമ്പോൾ ഈ മനുഷ്യൻ വചനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പീലിപ്പോസ് അയാളോട് ചോദിക്കും, ഈ രഥത്തിൻ്റെ ഒപ്പം നടക്കുകയാണ്, അണച്ചണച്ച് ഓടുകയാണ്. എന്തോ ഒരു ചൈതന്യമാണെന്ന് നോക്കിയേ. ആ രഥത്തെ കുതിര വലിച്ചുകൊണ്ട് പോകുമ്പോൾ കുതിരയുടെ സ്പീഡിന് ഈ അപ്പോസ്തലൻ പുറകെ ഇങ്ങനെ ഓടി ഓടി അണക്കുകയാണ്. അണക്കുന്നതിൻ്റെ ഇടയ്ക്ക് കിതച്ചുകൊണ്ട് ചോദിക്കും, വായിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്നാണ്. അങ്ങനെ ഈ സുവിശേഷ വേലക്കൊരു അണപ്പും കിതപ്പും ഉണ്ട്. കർത്താവിന് വേണ്ടി കിതക്കണം. അതാണ് പ്രേക്ഷിതൻ. പ്രാർത്ഥിക്കുക, കർത്താവേ ഫിലിപ്പോസിനെ പോലെ കർത്താവിന് വേണ്ടി സുവിശേഷ കൈമാറ്റത്തിന് വേണ്ടി ഏത് കൊലകൊമ്പനായാലും ഒരു ആത്മവിശ്വാസത്തോടെ അവന്റെ കൂടെ നടന്ന് അവന്റെ സ്പീഡിനകത്ത് നീങ്ങിയില്ലെങ്കിലും അണച്ചായാലും കിതച്ചായാലും വായിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിന് കൈമാറാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഏലംകുളം അച്ഛൻ്റെ സാക്ഷ്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അച്ഛൻ്റെ സാക്ഷ്യത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് അച്ഛൻ്റെ ഇൻറ്റൻഷൻസാണ്. അച്ഛൻ പറഞ്ഞത് അതാണ്. ഈ അച്ഛന്മാരുടെ ഒരു ഗുണം, അറിയാവുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവരെ പ്ലേസ് ചെയ്യുമ്പോൾ കറക്റ്റ് ഷാർപ്പ് പ്ലേസിങ് ആയിരിക്കും. അച്ഛൻ്റെ ഒന്നാമത്തെ ഇൻറ്റൻഷൻ എന്താണെന്ന് അറിയാവോ? അച്ഛൻ്റെ ഒന്നാമത്തെ ഇൻറ്റൻഷൻ നമ്മൾ നിയോഗങ്ങൾ എഴുതത്തില്ലേ, അച്ഛൻ എഴുതിയിരിക്കുന്ന ഒന്നാമത്തെ, എന്തുകൊണ്ടാണ് ഇത്രയും വലിയ മാറ്റങ്ങൾ അച്ഛനിലൂടെ സംഭവിച്ചത്? എന്താണ് ഒന്നാമത്തെ ഇൻറ്റൻഷൻ എന്താണെന്നറിയാവോ? എന്നെ പരിശുദ്ധാത്മാവനാൽ നിറക്കണമേ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അച്ഛൻ ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ കുറിഞ്ഞ് എന്താണെന്ന് മനസ്സിലായി. അപ്പം അച്ഛനെ ഒന്നാമത്തെ നിയോഗമായിട്ട് എഴുതിയിട്ടിരിക്കണ എന്താണ്? എന്നെ പരിശുദ്ധാത്മാവിൽ നിറക്കണമേ. അതെന്താണ്? ദൈവനിയോഗമാണ്, ദൈവത്തിൻ്റെ നിയോഗമാണ്. ഉടമ്പടിയിൽ ഇന്ന് ഞാൻ രാവിലെ ഒരു അച്ഛനോട് സംസാരിച്ചെന്ന് പറഞ്ഞല്ലേ, ഏലംകുളം അച്ഛൻ്റെ സാക്ഷ്യത്തിൻ്റെ ബേസ്മെൻറ്റിലാണ് ഞാൻ ഈ രാവിലെ സംസാരിച്ച അച്ഛനോട് സംസാരിച്ചു. അച്ഛനോട് പറഞ്ഞ, അച്ഛാ, ഉടമ്പടിയിലെ നിയോഗങ്ങൾ തന്നെ രണ്ട് വിധമുണ്ട്. മനുഷ്യ നിയോഗങ്ങളുണ്ട്, ദൈവനിയോഗങ്ങളുണ്ട്. നമ്മളെല്ലാം മനുഷ്യ നിയോഗങ്ങൾ എഴുതിയിരുന്നതുകൊണ്ടാണ് ഈ ഉടമ്പടി പലപ്പോഴും താമസിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് കൂടി ആ ടേക്കപ്പ് ചെയ്യാനുള്ള കണ്ടൻറ്റ് വൈസ് അതിൻ്റെ അകത്ത് കറക്റ്റാണെങ്കിൽ ഇത് പെട്ടെന്ന് ദൈവത്തിന് നിങ്ങൾ ഉടമ്പടി ഇടുമ്പോൾ അപ്പോൾ തന്നെ ദൈവത്തിന് ഇതുകൊണ്ട് എന്ത് പ്രയോജനം നിങ്ങൾ തന്നെ ചോദിക്കണം നിങ്ങളോട്. മനസ്സിലായില്ലേ? നിങ്ങൾ ILTC പഠനം പുരാടംബിക്കണം, എന്ത് കല്യാണം കഴിക്കണം എന്നൊക്കെ പറയുമ്പോഴേ അപ്പോൾ ദൈവത്തിന് ചോദ്യം ചോദിക്കാനുള്ള പൊസിഷൻ ഉണ്ടല്ലോ, ഇതുകൊണ്ട് എന്താണ് സ്വർഗത്തിന് പ്രയോജനമെന്ന്. അപ്പോൾ സീറോ ബെനിഫിറ്റ്സ് ആണെങ്കിൽ പിന്നെ വൈ ഷുഡ് ഗോഡ് ടേക്ക് അപ്പ് യുവർ മാറ്റർ? അതാ പ്രശ്നം. അതിനെ ചെക്ക് വെച്ചുകൊണ്ടാണ് അച്ഛൻ എഴുതിയിരിക്കുന്നത്. രണ്ടാമത് അച്ഛൻ നിയോഗം എന്താണെന്നറിയാമോ? വിശ്വാസത്തോടെയും. അപ്പം അച്ഛനല്ലേ എന്നിട്ട് എഴുതിയിരിക്കുന്നത് എന്താണ്? നല്ല വിശ്വാസത്തോടെയും വിശ്വസ്തയോടെയും ജീവിക്കാൻ അനുഗ്രഹിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. അതാണ് അതായത് വിശ്വസ്തത എന്ന് പറയണത്. ഇപ്പം നിങ്ങൾ വിവാഹ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. വിവാഹ ജീവിതം നയിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനും അലക്സച്ചനും കൂടി ഒരു വീട്ടിൽ പോയി. ഇപ്പം ഞങ്ങളെ കുറേ സഹായിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് നിരത്താനൊക്കെ അങ്ങനെയൊക്കെ കുറേ JCB ഉണ്ട്. 2005 ബന്ധമാണ്. അപ്പം മകളെ കല്യാണത്തിൻ്റെ സമയപ്പോൾ കല്യാണത്തിന് വിളിച്ചപ്പോൾ കല്യാണത്തിന് പോകാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് സമയം കിട്ടിയപ്പോൾ ആ വീടൊന്ന് പ്രാർത്ഥിക്കാൻ പോയി. അപ്പം ഞാൻ ആ മകളോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കെട്ടാൻ പോണ പെണ്ണിനോട് അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ്, അതായത് ഇതെന്ന് പറയണത് നമുക്ക് ഇപ്പോഴേ എല്ലാ ആൾക്കാർക്കും ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മണവും ഗുണവും മാറണമെങ്കിൽ, പണ്ട് കല്യാണത്തിന് മണവും ഗുണവും മാറണമെങ്കിൽ 5 കൊല്ലം എടുക്കും. ഇന്ന് 5 ദിവസം മതി ഇത് മാറാൻ. അത്രയേ ഉള്ളൂ.
ടൈം എന്ത് കുറഞ്ഞു, മണവും ഗുണവും എന്നൊക്കെ പറയുന്നത് നാട്ടുകാരുടെ ഭാഷയാണത് കേട്ടോ. അത് നമ്മളെ പിടിച്ചു നിർത്തുന്ന ആകർഷകമായ അട്രാക്റ്റീവ്നെസ്, അതാണ് മണവും ഗുണവും എന്ന് പറയുന്നത്. പണ്ടത്തെ അമ്മാമ്മമാരുടെ ഭാഷ. കല്യാണത്തിന് മണവും ഗുണമൊക്കെ വേണമെങ്കിൽ പണ്ട് 5 കൊല്ലമൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പം 5 ദിവസം എടുത്താൽ മതി. അതിൻ്റെ കാരണം എന്താ? അതുകൊണ്ട് തന്നെ ഇത് ഡേഞ്ചറസ് പോയിൻ്റാണ്. പിരിയുന്നവർക്ക് പിരിയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പിരിയാതിരിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്? ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഞാൻ ജീവിത പങ്കാളിയെ സ്വീകരിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്.